സ്ഥലവും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് പറഞ്ഞുതരാം. ഫസ്റ്റ് നിങ്ങളെ ബ്ലോഗെല്ലാം കാണുക, കയറി പോകുന്ന വ്യൂ കാര്യങ്ങളെല്ലാം കാണുക. അതിനുശേഷം ലാസ്റ്റ് പറഞ്ഞുതരാം ലൊക്കേഷനും എങ്ങനെ പോകണമെന്ന്. ഇങ്ങനെ ഈ സൗണ്ട് കൂടുന്ന അദ്ദേഹത്തിൻ്റെ പേര് ഊഹിക്കുന്നുണ്ടോ? ഇങ്ങനെ ചെറിയ ചെറിയ ഓട്ടിറങ്ങിയാൽ ആദ്യം മേടിക്കേണ്ട സാധനം ഇതാണ്. നമ്മൾ തിന്നില്ലെങ്കിലും വണ്ടിയെ തീറ്റുക, അല്ലെങ്കിൽ നമ്മൾ വഴി കിടക്കും. ദാറ്റ്സ് വൈ നമ്മൾ ആദ്യമേ തന്നെ എണ്ണ അടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഈ ഒരു കാര്യത്തിൽ കർണാടക നമുക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇവിടുത്തെ റോഡിൻ്റെ കാര്യത്തിലായാലും ഇവിടുത്തെ ഇങ്ങനെയുള്ള വികസനങ്ങളുടെ കാര്യങ്ങൾ എൻ്റെ മോനെ വേറെ ലെവൽ. അപ്പോൾ അതുകൊണ്ട് അംഗീകരിക്കാം. നമുക്ക് ഇന്ന് പോകാൻ വന്ന ചെറിയ ട്രക്കിങ്ങിനാണ്. അപ്പം നമ്മൾ വണ്ടി കടിച്ച പോലെ നമുക്ക് ഓടിക്കാൻ കുറച്ച് സാധനം എടുത്ത് വെക്കണം, അല്ലെങ്കിൽ മണ്ടയ്ക്ക് ചെല്ലുമ്പോൾ നമുക്ക് പണിയും കിട്ടും. അതുകൊണ്ട് പിന്നെ വാട്ടർ മേടിക്കാമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇറങ്ങാം. വാട്ടർ വാങ്ങിച്ചിട്ട് ബാഗ് വെക്കാം. ഒരു മുട്ടായി മേടിച്ചപ്പോൾ കണ്ടു നമ്മുടെ പഴയ നമ്മുടെ കയ്യിലോട്ടിങ്ങനെ സ്റ്റിക്കറില്ലേ, ആ ടൈപ്പ് സാധനങ്ങളൊക്കെ പണ്ട് നമ്മളെ ക്യാൻസർ വരുന്ന പറയുന്ന സ്റ്റിക്കറില്ലേ, ആ സ്റ്റിക്കർ ഇതാ നോക്കി. അങ്ങോട്ട് കയറാനുള്ള എൻട്രി ആണിത്. നമുക്ക് ഫസ്റ്റ് കയറേണ്ടതാണ്, ഇതിലേക്ക് കൂടെ തന്നെ കയറേണ്ടത്. ഇതിലേക്ക് കൂടെ നമ്മൾ എൻട്രി ചെയ്തു. ആ നേരെ കാണുന്നത് ഇതിൻ്റെ രണ്ട് സൈഡ് ഓരോ വീട്ടുകളിലും കടകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്, പഴയതാണ്. ഈ അമ്പലത്തിൽ വെച്ചാണ് കൂടുതലും ഈ മൂവി ഷൂട്ടൊക്കെ നടക്കുന്നത്. എനിക്ക് കന്നഡ പടത്തിൻ്റെയും തെലുങ്ക് പടത്തിൻ്റെയൊക്കെ മൂവി ഷൂട്ടും കാര്യങ്ങളൊക്കെ ഈ അമ്പലത്തിൽ വെച്ചാണ് നടക്കാറുള്ളത്. നീ എന്തോ ചെയ്യുന്നത്? ഹെൽമെറ്റിന്റെ സേഫ്റ്റി മുഖ്യം വണ്ടിയുടെ അടി കെട്ടിയിടുകയാണ്. ഇതൊക്കെ കാണുന്നത്. ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മണ്ടയ്ക്ക് ചവിട്ടി കയറുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് ഇതല്ല ഇതിൻ്റെ ടോപ്പ്, ഇതിന് വേറെ ഭാഗമുണ്ട് ടോപ്പ്. അപ്പോൾ അങ്ങോട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇപ്പം ഇങ്ങനെ മുഖ്യം മനസ്സിലാവത്തില്ല. കയറിത്തിറങ്ങി ഗൈസ്. ഇത് അങ്ങ് വരെ കുറച്ച് ഇത്രയും മൊത്തം സ്റ്റെപ്പും കാര്യങ്ങളൊന്നുമില്ല, പകുതി വരെ കാണും. പിന്നെ അല്ലാതെ കുറേ നിരപ്പില്ലാത്ത കുറേ ഏരിയാസ്. അപ്പോൾ എല്ലാവരായിട്ട് ഇങ്ങനെ പോന്നു. കയറട്ടെ, അണയ്ക്കും. പക്ഷേ കാണാനൊക്കെ അടിപൊളി വ്യൂ ആണ്. തറയുന്ന തന്നെ എനിക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കണ്ട, കാണാൻ അടിപൊളി. അത് നടന്ന് കയറുന്നൊരു പാടേ ഉള്ളൂ. എന്തോ ഒരു ഐതിഹ്യമൊക്കെ ഉണ്ട്. ഈ സീതാദേവി പ്രസവിച്ച് ഇവിടെയാണ്. അതിനുള്ളിൽ അവരിരുന്ന സ്ഥലങ്ങൾ, അവർ വീട് പോലെ താമസിച്ച സ്ഥലങ്ങൾ, അങ്ങനെ കുറേ പ്രത്യേകതകളൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെയൊക്കെ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാം. ഒരു 100 മീറ്റർ ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പിലൂടെ വന്നു കഴിയുമ്പോൾ ഇവിടെ വെച്ചാൽ സ്റ്റെപ്പ് തീരുകയാണ് കേസ്. ഇനി നമുക്ക് സ്റ്റെപ്പല്ല, മലയ്ക്കകത്ത് വെട്ടേക്കുന്ന പോലത്തെ സ്റ്റെപ്പാണ്. അതിൻ്റെ മണ്ടയ്ക്ക് കല്ലൊക്കെ ആരെടുത്ത് വെച്ചാണ്. അവിടെ ചെന്ന് കാണിച്ചു തരാം. ഇതുവരെയുള്ള ഒരു വ്യൂ കണ്ട. വീട് കുറേ കയറാണ്ട് കുറച്ചുകൂടെ കയറി കഴിയുമ്പോൾ അത് കാണാൻ പറ്റും. അവന്മാരൊക്കെ അവിടെ നിൽക്കുക, നോക്കിയത് നമ്മളെങ്ങനെ ഫിനിഷ് ചെയ്യണ്ടേ. കുട്ടികളട്ടെ പിടിച്ച് നമ്മ എടുക്കാൻ എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കാനൊക്കെ അടിപൊളി സ്ഥലങ്ങളായിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ പോയിരിക്കാം. പെട്ടെന്ന് കയറണമെങ്കിൽ പെട്ടെന്ന് കയറാം. പക്ഷെ ഇവിടെ എല്ലാം കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറഞ്ഞാൽ ആ വ്യൂ, അതുപോലെ നമ്മൾ നടന്ന് കയറുമ്പോഴുള്ള ക്ഷീണമില്ല, അത് മാറാൻ പറ്റുന്ന വ്യൂ ആണ്. എന്താ ഒരു വില്ലേജിൻ്റെ ഒരു ഏരിയ ഫുള്ളൊരു വ്യൂവിനകത്ത് വരും. വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കാം, അവിടെ പോയി കിടക്കാം. കാരണം ഇവിടെ വരുമ്പോൾ എന്തായാലും കുഴയുമല്ലോ, സ്വാഭാവികം. ചില വീനകത്ത് തന്നെ സ്ലിപ്പ് ചെയ്യാൻ പറ്റുന്നില്ലേ, കാണിച്ചുതരാം. ഞാൻ ബാക്ക് ക്യാമറ വിട്ട് പെട്ടെന്നുണ്ട. നമ്മൾ നടന്നു പോകുന്ന ഇത് പറഞ്ഞാൽ കല്ല് ആരെടുത്ത് വെച്ചാൽ നമുക്കറിയത്തില്ല. ബട്ട് അല്ല, നടന്ന് വന്നത് നമുക്ക് വെറുത്തായിട്ട് തോന്നും. ഒരുപാട് ദൂരം വന്നേരം ബാംഗ്ലൂരിൽ നിന്ന് ഒരു 1.25 മണിക്കൂർ യാത്ര, അത്രയൊക്കെ ഉള്ളൂ. നോക്കി ഇവിടെ നമ്മുടെ ഈ നന്ദി ഹിൽസ് പോലെ 100,000 പേരൊന്നുമില്ല. നമ്മുടെ ഇതൊരു ഫാമിലി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫാമിലീസും അങ്ങനെയൊക്കെ ഉള്ളൂ. ഇത്തിരി റഷ്യും കാര്യങ്ങളൊന്നും. നമുക്കൊരു എക്സ്പ്ലോർ ചെയ്യുക, ഒരു ട്രക്കിങ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ 100% ഓക്കെയാണ്. കാരണം പോകുന്ന വഴികൾ ആ തുടക്കത്തിലാണ് സ്റ്റെപ്പും ആ സ്ലോപ്പും. ഏതൊക്കെ ഒരു ട്രക്കിംഗ് വൈബ് തന്നെയാണ് ടൂറിൽ നമുക്ക് വരുന്നത്. മനസ്സിലായി? ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിയർലി 2 കിലോമീറ്റർ ഇപ്പോൾ കാണുമായിരിക്കും. ട്രക്ക് ചെയ്ത് ഇങ്ങനെ നടന്ന് കയറി പോകണം. നന്ദിയിൽ സാധനം നമ്മൾ കൂടുതലും വണ്ടി വന്നിട്ട് ആ ഒരു ഇതാണ് പോകുന്നത്. ഇവിടെ പക്ഷേ നമുക്ക് അങ്ങനെയല്ല, നടന്ന് തന്നെ കയറണം. പിന്നെ ഇവിടെ ഒരു ഐതിഹ്യമുണ്ട്. നമ്മളെന്തെങ്കിലും ആഗ്രഹങ്ങൾ, വീട് വെക്കുന്ന ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കല്ലടക്കി വെച്ച് കഴിഞ്ഞാൽ അത് നടക്കുമെന്നുള്ളത്. എന്നിട്ട് വേറൊരാൾ ഇത് എറിഞ്ഞിടും അവർ പോയതിന് ശേഷം. എന്നിട്ട് അയാൾ ഇതുപോലെ കല്ലെടുത്ത് അടുക്കി 1, 2, 3 അവിടെ ഓരോ ആഗ്രഹങ്ങൾ പറഞ്ഞ് അടുക്കി വെക്കും.
അപ്പോൾ നമ്മൾ വെക്കുന്ന സമയത്ത് വീണില്ലെങ്കിൽ ആഗ്രഹം നടക്കുമെന്ന് പറയുന്നത്. നമ്മൾ പോയി കഴിയുമ്പോൾ അത് ആരെങ്കിലും ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പം ആരും ഇത് എടുത്ത് മാറ്റത്തില്ല. ഒരാൾ നമ്മളിപ്പോൾ എടുത്ത് വെച്ചിട്ട് അവരുടെ കാര്യം കഴിഞ്ഞല്ലോ. അപ്പോൾ ഇത് കല്ലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ എറിഞ്ഞിട്ടിട്ട് അവരെ ആ കല്ലെടുത്തിട്ട് അവർ കൊണ്ടുവെക്കും. ഇങ്ങനത്തെ കുറേ ഐതിഹ്യം കാര്യങ്ങളൊക്കെയാണ്. നമ്മളിപ്പോൾ എവിടെ വരുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ ഐതിഹ്യം കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളും ചുമ്മാ ഒരു ക്രൈസ് അല്ലേ, അതുകൊണ്ട് നമ്മളിങ്ങനെ അടുത്ത് വെച്ച് നോക്കുക അതിൻ്റെ കാര്യങ്ങൾ. ഈ പാണ്ഡവന്മാരൊക്കെ ഇല്ലേ, പാണ്ഡവന്മാരുടെയൊക്കെ എന്തൊക്കെയൊരു ഐതിഹ്യമുണ്ട്. അതുപോലെ ഈ സീതാദേവി പ്രസവിക്കാൻ വന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇതിനുള്ളിൽ ഒരു സ്പേസ് ഉണ്ട്. ഞാനല്ലാതെ ബാക്ക് ക്യാമറ ഇട്ട് ഞാൻ കാണിച്ചു തരാം. ഉള്ളോട്ട് കയറുമ്പോൾ ഇത്തിരി ഗുഹ പോലെയാണ്. അപ്പോൾ നമ്മൾ ചെറുപ്പൊക്കെ ഊരിയിട്ട് അവരുടെ സങ്കല്പമല്ലേ, ചെറുപ്പൊക്കെ ഊരിയിട്ടിട്ട് നമ്മൾ കയറുക. ഇതിങ്ങനെ ഉള്ളോട്ട് പോകുമ്പം നല്ല ഇടുക്ക് വഴികളൊക്കെയാണ്. ബട്ട് ഉള്ളിൽ നല്ല തണുപ്പാട്ടാ, പാറയായതുകൊണ്ടായിരിക്കും. ചെയ്തുണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെയാണ് സീതാദേവി പ്രസവിച്ചതെന്നൊക്കെയാണ് നോർമലി പറയപ്പെടുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അവരെ പഠിപ്പിച്ച സ്ഥലങ്ങൾ, അവർ താമസിച്ച സ്ഥലങ്ങൾ, അതൊക്കെ ഇതിനുള്ളിലുണ്ട്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ സീതാദേവി മറ്റേ പിള്ളേരെ കുളിപ്പിച്ചത്, അവർ ഇതൊക്കെ ഡ്രസ്സ് കഴുകുന്നത്, ഈ ഒരു പ്ലേസാണെന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് അവരുടെ വീടെന്ന് പറയുന്നത്. അതും കൂടെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതിനുള്ളിൽ കണ്ട എന്തോ കൈ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ എന്തോ അപ്പുറത്ത് കേൾക്കുന്നതൊക്കെ എന്തൊക്കെയോ ഉണ്ട്. അതുകൊണ്ട് ഇപ്പം നമ്മളെ ഗൈഡ് ചെയ്യാൻ അറിയില്ല, ഗൈഡ് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. സോ ഇത് ഞാൻ പണ്ട് വന്നപ്പോൾ ഇങ്ങനെ കേട്ട സ്റ്റോറിയാണ്. ഇപ്പോഴൊന്നുമില്ല, പണ്ട് ഞാനവിടെ പഠിക്കുന്ന ടൈമിൽ ഇങ്ങനെ വന്നപ്പം ഇതിനകത്തോട്ട് സംസാരിക്കുകയോ കൈ അടിക്കുകയോ എന്തോ ചെയ്യുമ്പം എന്തോ അങ്ങനെയൊക്കെ ഓരോരോ ഐതിഹ്യങ്ങൾ പറഞ്ഞ് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. കണ്ടോ ഇവിടുന്ന് കാണുന്ന മലയുടെ ഏറ്റവും ടോപ്പിൽ നമുക്ക് ചെല്ലണ്ടേ. ഈ സ്റ്റെപ്പൊന്നുമില്ല, ഇതുപോലെ കല്ലുകളൊക്കെ ആയിരിക്കും. കുറേ ദൂരം പോയതിന് ശേഷം അങ്ങൊരു സ്റ്റെപ്പ് നമുക്ക് വരും, അതുവരെ ഇനി നടന്നു പോകണം. കണ്ട പിന്നെ സ്റ്റെപ്പ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇങ്ങനെ കുറച്ച് നേരം നടക്കേണ്ട സ്ഥലങ്ങളുണ്ട്. ഇതുപോലെ നടന്നു കഴിഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ മലയുടെ ആ ടോപ്പിലത്തെ വ്യൂ നമ്മൾ എത്തിയിട്ടില്ല. എത്തണമെങ്കിൽ കുറച്ചുകൂടെ കാണുമ്പോൾ ഞാൻ കാണിച്ചാൽ അതിൻ്റെ ടോപ്പ് ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഞാൻ കയറിയപ്പോൾ ഞാൻ പറഞ്ഞത് ദൂരെ ഒരു ടോപ്പ് കാണുന്നുണ്ട്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ആ ടോപ്പ് ഫൈനലി സൂര്യൻ നമ്മളെ കണ്ടു തുടങ്ങി. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കുമ്പോൾ നല്ല വെയിലുണ്ട്. ഒക്കെയാണ് ആ വ്യൂ സൈഡ്. ഇനി ഇവിടെയും കുറേ ഐതിഹ്യങ്ങളുണ്ട്. സീതാദേവി വന്നിരുന്ന സ്ഥലം, അതുപോലെ അവരുടെ ലവനും കുശനൊക്കെ വന്നിരുന്ന സ്ഥലം, അങ്ങനെ സംതിങ് ഐതിഹ്യങ്ങളുണ്ട്. കറക്റ്റായിട്ട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് നമുക്ക് അങ്ങനെ ജസ്റ്റ് ഒരു ഗൈഡേ ഉള്ളൂ. കാരണം ഇത് പ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ജസ്റ്റ് കേട്ട സ്റ്റോറികൾ. ഇവിടെ സീതാദേവി വന്നിരുന്ന പറയടിയത്, അവിടെ ലഘുശന്മാർ കിടന്ന ഈ രീതിയാണെന്ന് പറഞ്ഞ് വരച്ചത്തൊക്കെ അവരിട്ടിട്ടുണ്ട്. അവരുടെ കാൽപാദം കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഇത് പറ്റാത്ത കുളം എന്നൊക്കെ അവർ പറയുന്നു. എൻ്റെ പാറയടിക്കലുള്ളതാണ് ഇത്. കണ്ട അവരുടെയൊക്കെ എന്തോ കാൽപാദങ്ങൾ പതിച്ചതിന് ശേഷം ഇങ്ങനെ വരച്ചതാണ്. ഇങ്ങനെ എന്തൊക്കെയൊക്കെ അവർ പറയുന്നുണ്ട്. പിന്നെ വല്ല പ്രൂഫോ എവിഡൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. മേ ബി കാണുമായിരിക്കും, അവരുടെ ഒരു വ്യൂ പോയിന്റ് കാണുമായിരിക്കും. നമുക്ക് പക്ഷേ നോർമലി അങ്ങനത്തെ സാധനം കേൾക്കുമ്പോൾ നമുക്ക് ഒരു കൗതുകമാണ്. ഇഷ്ടം കേട്ടോണ്ടിരിക്കാൻ നമുക്ക് തോന്നും. അതുകൊണ്ട് നമ്മൾ ഓക്കെ ഫൈൻ, നമുക്ക് നമ്മുടെ ഒരു ഹാപ്പിനെസ് നോക്കിയാൽ പോരെ. ഇതൊക്കെ ഇങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ വന്ന് പറയാനും നോക്കാനും കാണാനൊക്കെ തോന്നും. ഇത് കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ലെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ പാറയെടുക്കല്ലേ, എത്ര ആഴമുണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല. കുട്ടേട്ടോ എന്ന് പറയുന്ന പോലെ അങ്ങ് പോകും. പിന്നെ കുറേ ആൾക്കാരുടെ പടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ നടന്നു പോകണം. കുറേ നമ്മുടെ കിഴപ്പുകൾ മാക്സിമം എവിടെയെങ്കിലും പോകുമ്പോൾ കാണിക്കാതിരിക്കുക. വീണ് കഴിഞ്ഞാൽ തൊലയാവുന്നതേ ഉള്ളൂ. ഒരു സാധനം വെച്ചേക്കുന്ന അങ്ങോട്ട് പോകാതിരിക്കാനാ. ഒന്നാമത് 4-5 പേരുള്ളൂ, കയറ് പോലും ഇട്ട് എടുക്കാൻ. മാക്സിമം അതൊക്കെ അവോയ്ഡ് ചെയ്യുക. കയറുമ്പോൾ ആവേശം ചിലപ്പോൾ ഇറങ്ങി വരണമെന്ന് കാണത്തില്ല. കയറുമ്പോൾ പുതിയ വ്യൂ കണ്ടുപോകും. തിരിച്ചിത്ര ഇറങ്ങണമെന്നായിരിക്കും പിന്നെ കയറുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത്. സോ അതൊക്കെ നോക്കി ഇങ്ങനെ പോവുക. ആജമുണ്ട്, രണ്ടെണ്ണം തറയിരുന്നു. നമുക്ക് ഫുള്ള് പെട്ടെന്ന് ക്ലിയർ ചെയ്യാം. കുറച്ച് സ്റ്റാമിനയൊക്കെ വേണ്ടേ, ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മാക്സിമം കുറേ ട്രക്കിങ് നോക്കി കഴിഞ്ഞാൽ സ്റ്റാമിനയും കാര്യങ്ങളൊക്കെ കൂടും കേട്ടോ. പിന്നെ ഇത്രയും മുകളിൽ കയറുമ്പോഴത്തേക്ക് അതൊക്കെ ഓക്കെ.
ആണ്ട വ്യൂ ഉണ്ടാ ഏറെക്കുറെ നമ്മൾ ടോപ്പായിട്ടുണ്ട്. ഗൈസ് റീച്ച് ഓൾമോസ്റ്റ് ടോപ്പ്. ഏറെക്കുറെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇനി അതിൻ്റെ മണ്ടയ്ക്കത്തെ വ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ടോപ്പിലൊരു സൈഡിലെ വ്യൂ ഇങ്ങനെയാണ്. കാറ്റ്, മണ്ടയ്ക്കത്തെ കാറ്റ് നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മളെ മറിച്ചിടുന്ന പോലത്തെ കാറ്റാണ്. ആ ഒരു വില്ലേജ് ഫുള്ള് നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഓരോ സൈഡിലോട്ട് ഓരോരോ വ്യൂ ആണ്. ഈ ഫോണിൽ കാണുന്ന പോലെ അത്രയും ക്ലാരിറ്റിയോ അല്ലെങ്കിൽ ആ ഒരു ഫീലോ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. നേരിട്ട് കാണാണ്ടല്ലോ എന്തോ ഒരു സ്പെഷ്യൽ വ്യൂസ് അറിയത്തില്ല. അവരവിടെ പോട്ട് സജ്ജമായി പാട്ടൊക്കെ ഇട്ട് കാറ്റിന്റെ കാര്യം തീരെ പറയണ നല്ല കാറ്റാണ്. നമ്മുടെ സിനിമയിലൊക്കെ രക്ഷയില്ല. ഇതൊക്കെ അതിൻ്റെ ഓരോരോ സൈഡാണ്. ഞാൻ ആദ്യമേ കാണിച്ച എൻ്റെ ഒരു സൈഡ്, ഇതെൻ്റെ അടുത്ത കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന സൈഡ് വരുന്നത്. ഇവിടുത്തെ കാറ്റ് ഒരു രക്ഷയില്ല, ഭയങ്കര കിട്ടുന്ന നല്ല കാറ്റാണ്. ഇതൊക്കെ അതിൻ്റെ ഓരോരോ സൈഡ്. എന്തോ ഐതിഹ്യമൊക്കെ ഉണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ശരീരം വേദന ആവില്ല, നല്ല വേദന ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനെ കൂടെ ഉരുണ്ട് അപ്പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേദനകളൊക്കെ മാറും. പെട്ടെന്നൊക്കെ ഉരുളണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് ശരീരം വേദന ഇല്ലാഞ്ഞിട്ട് ഉരുള നോക്കുകയാണ്. എന്തിനും വേദന വരുമെന്ന് നമുക്കറിയണമല്ലോ. മലയാളീസ് ആണ് വ്യൂ. വ്യൂ ഒരു രക്ഷയില്ല, കിടിലൻ വ്യൂ ആണ്. ഈ ബാംഗ്ലൂരിയൻസ് ഈസ് there, they can come here. നമ്മളിവിടെല്ലാം വന്നിട്ടുണ്ടെങ്കിലും ഇതിലേക്കൂടെ ഒന്നും നമ്മളിതുവരെ ഇറങ്ങിയിട്ടില്ല. ഫസ്റ്റ് ടൈം ഈ ഒരു ഭാഗത്തോട്ട് ഇറങ്ങി. പിന്നെ മുകളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. ഇപ്പം ഈ കാറ്റടിക്കുന്ന കാര്യം ഇത് കണ്ടൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് ചാടി ഇറങ്ങുന്നത്. അടിപൊളി വ്യൂ ആണ് കേട്ടോ. അപ്പുറത്തെ സൈഡിലോട്ട് എങ്ങനെ പോകുന്നതെന്ന് പോലും നമുക്കറിയത്തില്ല. ഇങ്ങോട്ട് നോക്കിൽ ആരും അങ്ങനെ ഇറങ്ങുന്നില്ല. പിന്നെ അപ്പുറത്തൊരു വഴിയാണ്, ആ വഴി ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ഇറങ്ങിയതാണ്. ഈ വരുന്ന എല്ലാവരും ഇറങ്ങണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അത്ര അഡ്വഞ്ചറൊക്കെ ഇഷ്ടമാണെങ്കിൽ മാത്രം ഇറങ്ങാം. കാരണം നല്ല രീതിയിൽ സ്ലിപ്പാവും സൈഡ് ഇങ്ങോട്ട് ഇറങ്ങും. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. സി ഈ ഒരു വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും. പക്ഷെ ഇറങ്ങുന്ന ഇച്ചിരി ടാസ്ക്കാണ്. കാരണം ഈ സൈഡിൽ നമുക്ക് കയറാൻ പറ്റും, പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുന്നത് നല്ലതായിട്ട് സ്ലിപ്പാവും. നിങ്ങൾ ഈ കണ്ടതിനകത്തൊക്കെ ചാടി ഇറങ്ങത്തില്ലേ, അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കൂട്ടുകാർ അല്ലെങ്കിൽ നമ്മളവിടെ പെട്ട് കഴിഞ്ഞാൽ നമ്മളെ പൊക്കുന്നുള്ള കൂട്ടുകാർ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നിൽക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇസ് ടു ടാസ്ക്. വന്ന് ജസ്റ്റ് ആ വ്യൂ കാണുക, പോവുക. ഈ വ്യൂ ഒക്കെ ഇപ്പം നമ്മൾ നിന്നെന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ അവിടെ നമ്മൾ നിന്നത്. അവിടെ നിന്ന് ചുമ്മാ ഈ ഒരു വ്യൂവിന് നമ്മുടെ കുറച്ച് ആൾക്കാരുള്ള ഒരു ഇതിന് വേണ്ടി നമ്മൾ ഇറങ്ങി വരുന്നതാണ്. കാരണം അവർ നോക്കും നമുക്കറിയാം, അല്ലെങ്കിൽ അവൻ വേണം ഞാൻ നോക്കുമെന്ന് എനിക്കറിയാം, എന്നിട്ട് അവനും അറിയാം. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ചാടിപ്പടച്ച് ചാടുന്നത്. അത് ഒത്തിരി റിസ്ക്കുള്ള കാര്യങ്ങൾ ആരും എടുക്കാതിരിക്കുക. ആൻറ്റി വന്നു കഴിഞ്ഞുള്ള ഫീൽ ഉണ്ടല്ല, എന്നിട്ട് ഈ ഒരു വ്യൂ നമ്മൾ കാണുമ്പോൾ അതൊരു പ്രത്യേക വ്യൂ ആണ്. നമുക്ക് ഇത് രസമല്ലേ? അതുകൊണ്ടാണ് മാക്സിമം ഈ ബിൽഡിംഗ് ലൈഫ്, ഈ പബ്ബ് ഇത് മാത്രമൊന്നുമല്ല ലൈഫ്, അതിനപ്പുറത്ത് വേറെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ലൈഫുണ്ട്. സോ എൻജോയ് ദാറ്റ്. നമുക്ക് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ പുതിയ ഓരോ വ്യൂകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇവിടെ നോർമലി അങ്ങനെ ആരും പോകത്തില്ല ഈ ഒരു ഏരിയയിലോട്ട്. വേറൊന്നുമല്ല, കാരണം ഇവരുടെ കൂടെ ആരെങ്കിലും ഫ്രണ്ട്സ് കാണും, പെണ്ണുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ മാക്സിമം ഇതിനോട്ടൊന്നും ഇറങ്ങത്തില്ല. ഏറെക്കുറെ സേഫാണ്. നോക്ക്, അങ്ങനെ വലിയ ഡിസ്റ്റൻസും കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ ആരും അങ്ങനെ ഇറങ്ങി വരത്തില്ല. അതുപോലെ നല്ല വ്യൂസ് ഉണ്ടല്ലേ. നമ്മൾ റൂമിൽ ഇരുന്നാലോ ഇനി അവിടെ പോലെ ഇങ്ങനെയുള്ള വ്യൂസും കാര്യങ്ങളും നമുക്ക് കിട്ടത്തില്ല. അതിൻ്റെതായ ഓരോ സ്പോട്ടും കാര്യങ്ങളും അവിടെ തന്നെ നമുക്ക് പോകണം, എന്നാൽ മാത്രം കിട്ടുന്നതാണ് ഇത്.
എല്ലാരും കൊണ്ടത്തി കാണത്തില്ല ഇതുപോലെ ഒരുത്തൻ എല്ലാം ചാടി ഇറങ്ങും. തിരിച്ചു കയറാൻ പേടിയാന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരുത്തൻ. നോക്കി വേറെ വല്ല വഴിയുണ്ടോ നോക്കുക. ശരി, ഇനി ആ ചെരുപ്പാരെടുക്കും? ഫൈനലി അവൻ കേറി. ഫൈനലി നമ്മൾ രണ്ടുപേരെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. നമ്മൾ കൂടാതെ ഇവിടെ വന്നിരിക്കുന്ന ഒരു ഫാമിലി ഉണ്ട്. ഇത് കുറച്ച് ഹൈഡ്രേറ്റല്ലേ അറിയത്തുള്ളൂ. ഊരിക്കുന്നുണ്ടാ ആരാട്ടേ കണ്ടോ? പഞ്ചാബീസ് കണ്ടാന്ന് തോന്നുന്നു. രണ്ടുപേര് നമ്മൾ കൂടാതെ ഇവിടെ കണ്ടത്. പിന്നെ നമ്മൾ വരുന്നതിന് മുന്നേ 2-3 ഫാമിലി ഉണ്ടായിരുന്നു, അവരും പോയായിരുന്നു. ബട്ട് ദിസ് പ്ലേസ് ഈസ് അമേസിങ്. സ്ഥലം ഇതൊക്കെയാണ്. നമ്മൾ ഇതിലേ കൂടെ നമ്മൾ നടന്നു വന്നില്ല, അതിലേ കൂടെ വന്ന് അല്ല ഈ വഴി നടന്നു കയറണം. ഇതിലേ കൂടെ ഇറങ്ങി അങ്ങ് പോകണം. മേ ബി ഒരു 2 കിലോമീറ്ററെങ്കിലും വാക്ക് കാണുമായിരിക്കും. കാരണം ഒരു ട്രക്കിംഗ് ലൈഫിൽ ഞങ്ങൾക്ക് അടിപൊളിയാണ്. ഓക്കെ, തിരിച്ചിറങ്ങാനൊക്കെ എന്ത് രസം അറിയാം. ക്ഷീണം അങ്ങനെ തിരിച്ചിറങ്ങാൻ വരത്തില്ല. പക്ഷെ ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റെപ്പില്ലേ, ഇങ്ങനെ മുകളിൽ നിന്ന് വരുമ്പോൾ അടിപൊളി വ്യൂ ആണ്. ഏതാ വ്യൂ നോക്ക്. അത്യാവശ്യം ഫോട്ടോ എടുക്കാനൊക്കെ ആണെങ്കിൽ അടിപൊളി സ്പോട്ടാണിത്. അങ്ങനെ ഫോട്ടോ ക്രേസ് ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിലും പോരെ, അത്യാവശ്യത്തിലുള്ള ക്രേസി ഫോട്ടോസ് എടുക്കാം. കണ്ട ഏതാ പവർ. ഇത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വന്ന് കയറുന്ന രീതിയാണ്. പക്ഷെ ഇതിലെ കൂടെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ ചെന്നെത്തത്തില്ല, ഇറങ്ങാനും പറ്റത്തില്ല. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ, എന്തിനു വേണ്ടി പുറത്തോട്ടൊരു വഴി. ഞാനിപ്പോൾ പറഞ്ഞില്ലേ എറിഞ്ഞിടണമെന്ന്. ഇതുപോലെ വേറെ ആരെങ്കിലും വെച്ചിരിക്കുന്നത് എറിഞ്ഞ് പൊട്ടിച്ചിട്ട് നമുക്ക് നമ്മുടെ അതിനകത്ത് ഏതെങ്കിലും കല്ലെടുത്ത് വേറെ എല്ലാ കല്ലും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് സെപ്പറേറ്റ് എടുത്ത് നമ്മുടെ ഒരു ആഗ്രഹങ്ങൾ പറഞ്ഞ് ബിൽഡ് ചെയ്ത് വെക്കാം ഈ സാധനം. ഇതൊക്കെ ഒരു ആചാരങ്ങൾ. പിന്നെ ഇതിലെ കൂടെ പോകുന്ന വഴി ഞാൻ കാണിച്ചിട്ടാണ്. കാരണം ഇതൊക്കെ ഓരോ സ്പോട്ടാണ് ഇവിടെ. സി കണ്ട പോകുന്ന വഴികളൊക്കെ കണ്ട ല്ലേ. നമ്മളിപ്പോൾ ആദ്യമേ കയറി വന്ന് അവിടെ ചെന്ന് അവരവിടെ നിന്ന് കല്ലെറിഞ്ഞ് പൊട്ടിച്ച് കളിക്കുക. കേട്ടോ, ഇതൊക്കെ ഒരു മനസ്സുഖങ്ങളാ. നമ്മളങ്ങോട്ട് വന്നപ്പം പറഞ്ഞ അമ്പലമില്ലേ, സിനിമ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അമ്പലം ജസ്റ്റ് നമുക്ക് അവിടെ കൂടെ ഒന്ന് കയറിയിട്ട് പോകാം. പക്ഷെ നമ്മൾ വന്നപ്പം പറഞ്ഞില്ലായിരുന്നു ഒരു അമ്പലത്തിൻ്റെ കാര്യം. ജസ്റ്റ് ആ ഒരു അമ്പലത്തിലൂടെ നമുക്ക് കയറിയിട്ട് പോകാം, നോക്കാം. അമ്പലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുന്നാണ് അമ്പലം ഒന്നും. പക്ഷേ ഏറ്റവും മോനെ കിടിലം വ്യൂ കേട്ടോ. നമ്മൾ ആ മണ്ടയ്ക്ക് കണ്ടതിനേക്കാളും കിടിലം വ്യൂ ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നു. ഒരു രക്ഷയില്ല കേട്ടാ. ഒരുപാട് വർഷമായി കാണും മേ ബി. ഇതിൻ്റെ സ്ഥിലാശാപങ്ങളൊന്നും അവിടെ കാണുന്നില്ല. എഴുതി വെച്ചിരിക്കുന്നതെല്ലാം മാഞ്ഞു പോയി. പക്ഷെ ഒരു പ്രോപ്പറായിട്ട് മെയിൻ്റെനൻസും വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പ്രോപ്പറായിട്ട് അവരെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഉള്ളൊരു അമ്പലങ്ങൾ പോലെ. ഇപ്പം അമ്പലം തുറക്കാനുള്ള ടൈം ആയിട്ടില്ല. ഈ അമ്പലം മാത്രം തുറന്നു നടക്കുക. ട്രക്കിങ്ങിന് വരുന്നവർ ഈ ഒരു വ്യൂ മിസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. നല്ല സംതിങ് ഭയങ്കര പോസിറ്റീവായി ഈ ടെമ്പിളായാലും എല്ലാം. കണ്ടോ, കൊള്ളാം, എനിക്കിഷ്ടമായി. നമ്മൾ വിചാരിച്ചതിനേക്കാളും ഭയങ്കര പോസിറ്റീവും എന്തൊക്കെയോ ഭയങ്കര സൈലൻറ്റ്. പക്ഷെ എന്തൊക്കെയോ അടിപൊളി. അത് നമുക്ക് കാണുമ്പോൾ ഈ ക്യാമറയ്ക്കകത്ത് അത്രയും ഒരു ഇതുകൊണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഡയറക്റ്റ് നമുക്ക് നേരിട്ട് കാണുമ്പോണ്ടല്ലോ ഒരു ഫീൽ. മറ്റേ അമ്പലം എന്നല്ല, എന്തോ പഴയ ഭയങ്കര ഒരു വൈബ് ഇതിനുള്ളിൽ. ആൾക്കാരും തിരക്കുകളും ഒന്നുമില്ല. മേ ബി ഇവിടുത്തെ ആഘോഷ ദിവസങ്ങളിലോ അല്ലെങ്കിൽ അമ്പലത്തിൽ ടൈമിലോ വന്നു കഴിഞ്ഞാൽ മേ ബി ഇവിടെ തന്നെ തിരക്കും കാര്യങ്ങളും കാണുമായിരിക്കും.
കാരണം ഞങ്ങൾ ഇതിന് മുന്നേ ഒരു വട്ടം വന്നപ്പം ഇവിടുന്ന് പരിപാടിയുള്ള സമയമായിരുന്നു തേരിൻ്റെയൊക്കെ. ആ സമയത്ത് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അടിപൊളി പീസായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഒരമ്പലം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പീസായിട്ടിരിക്കണം. വെറുത്ത് നമുക്ക് നമ്മൾ വന്നത് വെറുത്തായ 100% നമുക്ക് പറയാൻ പറ്റും. എല്ലാം കൊണ്ടും ട്രക്കിങ് ആയാലും അത് കഴിഞ്ഞിട്ട് ഈ അമ്പലം വേറെന്തോ ഒരു വൈബ് അടിപൊളി. എനിക്ക് പറയാൻ പറ്റും ബാഹുല്യ രഥം എന്നൊക്കെ പറയാം. പക്ഷെ പൊളിക്കാൻ വാതിലില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഇത് നല്ലതാണ്, അടിപൊളി. അപ്പം ഈ വരെ എന്തായാലും ഞങ്ങൾക്ക് വെറുത്താണ്. അപ്പം നിങ്ങളും വന്ന് നിങ്ങൾക്കും വെറുത്താവും നോക്കുക. ഇതൊക്കെ ഇങ്ങനെ ഈ ഒരു ടൈപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മേ ബി ഒരു ദിവസം ഇറങ്ങുക. ഒരു ഫ്രീ ഉള്ള സൺഡേ ഇറങ്ങിക്കഴിഞ്ഞ് ചിലപ്പോൾ ഇവിടെ റഷ് കാണുമായിരിക്കും. ബാക്കിയുള്ള ദിവസങ്ങളിൽ എന്താണെന്ന് വെച്ചാൽ ഇറങ്ങിക്കും. അപ്പം ബാക്കി നിങ്ങൾ ശ്രദ്ധിച്ചൊന്നും അറിയത്തില്ല. ഇത്ര നേരമായിട്ട് ഇവിടെ ആരെങ്കിലും വരെ നിങ്ങൾ കണ്ട, കാരണം അത്രയും പീസാണ് പറയുന്നത്. അത്രയും റഷ് കാര്യങ്ങൾ തിരക്കുകളൊന്നുമില്ല. മാക്സിമം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നമ്മൾ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഒരു സ്പീക്കറും ഒരു 3-4 പേരൊക്കെ ഉണ്ടെങ്കിലേ ഏതാ ലെവൽ നമുക്ക് ആസ്വദിക്കാൻ അറിയാം. ജസ്റ്റ് വൺസ് യു ക്യാൻ ട്രൈ. ലൊക്കേഷൻ വരുന്ന വേറെ ഒന്നുമല്ല, ആവണിപ്പേട്ട് എന്ന് പറയും, കോളാർ ഡിസ്ട്രിക്റ്റ്. പിന്നെ ബസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കോളാർ വന്നിട്ട് ബസ്സിന് രാവിലെ അവിടുന്ന് ബസ്സുണ്ട് ആവണിപ്പേട്ടേക്ക്. ഉച്ച കഴിഞ്ഞിട്ട് ഇവിടുന്ന് തിരിച്ച് കോളാർക്കും ബസ്സുണ്ട്. നോർമൽ അല്ലാതെ തന്നെ ബസ് സർവീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. മാക്സിമം നിങ്ങൾക്ക് ആ വ്യൂവും വഴിയെല്ലാം എക്സ്പ്ലോർ ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ ബൈക്കിലോ അല്ലെങ്കിൽ കാറിലോ നോക്കുക. ബൈക്കിൽ മാക്സിമം ചൂസ് ചെയ്യുക. ബൈക്കിലൊക്കെ വേറെ വ്യൂ ആണ്, ഒരു വില്ലേജ് സൈഡിൽ കൂടെ വരുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സോ എല്ലാവരും നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് വെയിറ്റ് ചെയ്യുക. അടുത്ത ഇതുപോലെ നല്ല സ്ഥലത്തോട്ട് നമ്മുടെ അടുത്ത് പോകുന്നതായിരിക്കും. അപ്പം മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ലൈക്ക് അടിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പം എന്നാലും നിങ്ങളുടെ കൂടുതൽ വീഡിയോ എനിക്കിടാം, ഒരു മോട്ടിവേഷൻ ആകാൻ വരത്തുള്ളൂ. അപ്പം ബൈ.